ഹായ് ഹലോ, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിരിക്കുന്നത് അജിയോ ഹോളുമായിട്ടാണ്. ഞാൻ ഇതുവരെ അജിയോ ഹോൾ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് അജിയോ ഹോൾ ചെയ്യുന്നത്. പ്രൊഡക്റ്റുകൾ ഒരുപാട് ഞാൻ അജിയോയിൽ നിന്ന് വാങ്ങിച്ച് യൂസ് ആക്കാറുണ്ട് കേട്ടോ. എനിക്ക് അജിയോ എന്ന ആപ്പിൽ നിന്ന് വാങ്ങാൻ നല്ല ട്രസ്റ്റാണ് കേട്ടോ. കാരണം അവരുടെ പ്രൊഡക്റ്റുകൾ അത്രമാത്രം നല്ലതാണ്. ഞാൻ ചെരുപ്പായിട്ടും ഡ്രസ്സായിട്ടും ബാഗായിട്ടും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഇതുവരെ ഒരു ക്വാളിറ്റി ഇഷ്യൂ ഇല്ലാതെ ഞാൻ ഇപ്പോഴും യൂസ് ആക്കുന്ന പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ അത്രയ്ക്ക് നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ അജിയോയുടെ. ഇപ്പം ഞാൻ കാണിക്കുന്നത് അജിയോയുടെ ഡ്രസ് ഹോളാണ്. ഞാൻ 2 തവണയൊക്കെ വാഷ് ചെയ്തതിന് ശേഷമാണ് റിവ്യൂ ചെയ്യുന്നത് കേട്ടോ. എല്ലാം തന്നെ ഞാൻ വാഷ് ചെയ്ത പ്രൊഡക്റ്റാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് വൺ വന്നിട്ട് അവരുടെ ഒരു കോഡ് സെറ്റാണ്. ലെപ്പേഡ് പ്രിൻ്റുള്ള കോഡ് സെറ്റാണ്. എനിക്ക് ലെപ്പേഡ് പ്രിൻ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതൊരു കോഡ് സെറ്റാണ്. ഇത് ഞാൻ ഇട്ട് വ്ളോഗ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവരാണ്, കണ്ടു കാണും. ഇങ്ങനൊരു ബോട്ടവും പലാസ പോലെ ഒരു ബോട്ടവും, ഇവിടെ വന്ന് ഫ്രണ്ട് വന്ന് ഇങ്ങനൊരു പടിയും, ബാക്ക് വന്ന് ഇങ്ങനൊരു ലാസ്റ്റിക്കുമാണ്. ഇത് വന്ന് ബ്രാൻഡ് വന്ന് കോട്ടൺ ഫാബിൻ്റെ ആണ് കേട്ടോ. കോട്ടൺ ഫാബിൻ്റെ പ്രോഡക്റ്റ് ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ 3/4 സ്ലീവും ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ചൈനീസ് കോളറൊക്കെ വന്ന്, ബാക്കിൽ ഇവിടെ ഒരു കട്ടുണ്ട്. ഞാൻ ഇത് പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യാൻ നേരത്ത് ഇവിടെ ഇങ്ങനെ ഒരു കട്ട് ഉണ്ടായിട്ട് ഇവിടെ ഒരു ഞുറി പോലെ ആയിരുന്നു. പക്ഷെ വന്നപ്പം അതില്ല, ചൈനീസ് നെക്കൊക്കെയാ, പക്ഷെ അവിടെ ഞുറിയില്ല. ഇതെനിക്ക് പിന്നെ എന്താ പറയുക, ഞാനിവിടെ ഇട്ട പിക്ചർ ആഡ് ചെയ്തേക്കാം. അപ്പം നിങ്ങൾക്ക് ഞാൻ ഇട്ടിട്ട് എത്രയാണെന്ന് മനസ്സിലാവും. എൻ്റെ ഹൈറ്റ് എന്ന് വെച്ചാൽ 147 സെൻറ്റിമീറ്റർ, 4.5 6 അത്ര മറ്റോ ഞാൻ ഉള്ളു കേട്ടോ. അപ്പം ജസ്റ്റ് ഇവിടം വരെ ഉള്ളു കേട്ടോ. അപ്പം ഇതാണ് ഫസ്റ്റ് പ്രൊഡക്റ്റ്. മെറ്റീരിയൽ വന്ന് പോളിസ്റ്റർ പോലെ തോന്നും, നല്ല ഈ ചീപ്പ് ക്വാളിറ്റി പോളിസ്റ്റർ ഒന്നുമല്ല, പക്ഷെ നല്ലൊരു മെറ്റീരിയൽ. വാഷ് ചെയ്തിട്ടും ഒരു പ്രശ്നം എന്നല്ല, അങ്ങനെ ഷ്രിങ്കേജ് ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു മെറ്റീരിയൽ കേട്ടോ. അതാണ് ഫസ്റ്റ് വണ്ണ്, ഒരു കോഡ് സെറ്റ് ആട്ടോ. അങ്ങനെ വരിക. പിന്നെ അജിയോയിൽ നിന്ന് ചില പ്രൊഡക്റ്റുകൾക്ക് റിട്ടേൺ ഇല്ല കേട്ടോ. അത് നോക്കിയിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യണം, സൈസൊക്കെ കറക്റ്റായിട്ട് ഓർഡർ ചെയ്യുക. പിന്നെ എക്സ്ചേഞ്ച് ഉണ്ട് കേട്ടോ, എക്സ്ചേഞ്ച് ഉണ്ട്, പക്ഷെ റിട്ടേൺ ഇല്ല കേട്ടോ. അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യണം കേട്ടോ. സൈസൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് ഓർഡർ ചെയ്യുക കേട്ടോ, എപ്പോൾ ഓർഡർ ചെയ്താലും. പിന്നെ അവരുടെ പ്രൊഡക്റ്റൊക്കെ ഞാൻ പറഞ്ഞില്ല, എപ്പോഴും നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിരിക്കും, അതിൽ ഒരിതും വേണ്ട കേട്ടോ. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്ന് ഒരു ക്രോപ്പ് ടോപ്പാണ്. ഒരു ബേജ് ആൻഡ് ക്രീം കളർ ഒരു ക്രോപ്പ് ടോപ്പാണ്. ഓവർ സൈസ്ഡ് ക്രോപ്പ് ടോപ്പാണ്. അങ്ങനെ ഒരു ഇതാ, ഹാഫ് കൈ ആണ്. ഈ ടോപ്പിന്റെ വലത് സൈഡിലായിട്ട് ഇങ്ങനൊരു കട്ട് വർക്ക് ഉണ്ട്. പിന്നെ റൗണ്ട് നെക്കാണ് കേട്ടോ. ഇതെനിക്ക് വന്ന് ഇതൊരു 15.5 16 അത്ര ഇറക്കാണ് വരിക. എനിക്ക് വന്ന് സാധാ ടോപ്പ് പോലെ ഇത്രയുണ്ട്. കൈയൊക്കെ പൊക്കിയാൽ വയറൊക്കെ കാണും. അങ്ങനെ ഒരു ഇറക്കാണ് നിൽക്കുക. സാധാരണ ഹൈറ്റ് ഒക്കെ ഉള്ളവർക്ക് ഇതൊരു വേസ്റ്റിന്റെ അവിടെയൊക്കെ വരെ കാണുള്ളൂ കേട്ടോ. ഹൈ വേസ്റ്റ് ജീൻസിന്റെ ഒക്കെ കൂടെ വെയർ ചെയ്യാൻ നല്ലതാ. ഞാനിത് സ്കേർട്ടിന്റെ കൂടെയാണ് വെയർ ചെയ്തത്. അപ്പൊ എനിക്ക് കറക്റ്റ് സ്കേർട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇതിങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്ന പോലെ അങ്ങനെയാണ് നിന്നത്. കൈയൊക്കെ പൊക്കുമ്പോൾ ഇങ്ങനെ വയറ് കാണാം, ആ രീതിയിലാണ് നിന്നത്. അപ്പം വയറൊക്കെ അതൊക്കെ കംഫർട്ട് ആയിട്ടുള്ളവർ വാങ്ങുക. ഹൈ വേസ്റ്റ് ജീൻസിന്റെ കൂടെ ഒക്കെ വെയർ ചെയ്യാൻ നല്ലതാട്ടോ. പിന്നെ സാധാ ജീൻസിന്റെ കൂടെ ഒക്കെ വെയർ ചെയ്യാൻ നല്ലതാ. ഞാൻ പറഞ്ഞല്ലോ, വേസ്റ്റ് ഏരിയ വരെ നല്ല ഹൈറ്റ് ഉള്ളവർക്ക് വേസ്റ്റിന്റെ അവിടെ വരെ ഇറക്കുള്ളൂ. പക്ഷെ നല്ലൊരു മെറ്റീരിയലാണ്, നല്ല ക്വാളിറ്റി മെറ്റീരിയൽ കേട്ടോ. ഇത് ഞാൻ വാങ്ങുമ്പോൾ എനിക്ക് വലിയ പ്രൈസ് ഒന്നും ആയിട്ടില്ല. ഞാൻ ഈ പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിയിട്ട് കുറേ നാളായി. അപ്പം അതിൻ്റെയൊക്കെ പ്രൈസ് ഞാൻ മറന്നുപോയി, അതുകൊണ്ട് സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം. പ്രൊഡക്റ്റിന്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം കേട്ടോ. നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഒക്കെയാണ്. ഇങ്ങനെയാണ് ക്രോപ്പ് ടോപ്പ് വരിക കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കേട്ടോ, ഒത്തിരി ഇഷ്ടപ്പെട്ട കേട്ടോ. അപ്പം ഇതാണ് സെക്കൻഡ് പ്രൊഡക്റ്റ്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്ന ഒരു സ്കേർട്ടാണ് കേട്ടോ. വിസ്ലർ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ ആണ്. ഞാൻ എടുത്തേക്കുന്നത് 36 ആണ്. എനിക്ക് 36 വേണ്ട, 34 മതി. അപ്പം ഒരു സൈസ് അപ്പായിപ്പോയി. അത് നല്ല സാരമില്ല, ഞാൻ ബെൽറ്റൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. നല്ലതാ, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ വരുന്ന പ്ലീറ്റ് അടിച്ച് വരുന്ന പോലെ ഒരു സ്കേർട്ടാണേ. ഇതിനെന്താ പേര് പറയാമെന്ന് എനിക്കറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ, ഇങ്ങനത്തെ സ്കേർട്ടിന് എന്ത് നെയിമാ പറയാന്നുള്ളത്.
അപ്പം ഇത് ഞാൻ വാഷ് ചെയ്തു, കളറൊന്നും പോവുക അങ്ങനെയൊന്നുമില്ല. ഒരു പോളിസ്റ്റർ മെറ്റീരിയൽ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. പക്ഷെ ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതിന്റെ കളർ വന്ന റസ്റ്റ് കളറാണ് കേട്ടോ. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്ന അതുപോലെ തന്നെ ഒരു പ്ലേറ്റഡ് സ്കേർട്ട് ആണ് കേട്ടോ. ഇതിന്റെ കളർ വന്ന പർപ്പിൾ കളർ, ഞാറയ്ക്ക കളറില്ലേ, ഞാറയ്ക്ക, പഴുത്ത ഞാറയ്ക്കയുടെ കളറല്ലേ, ആ കളറാണ് കേട്ടോ. പർപ്പിൾ കളർന്ന പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പഴുത്ത ഞാറക്കയുടെ കളർ അത് തന്നെ. അവരതിൽ മെൻഷൻ ചെയ്തേക്കുന്ന പർപ്പിൾ കളർ എന്നാ. പർപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പർപ്പിൾ ഉണ്ടല്ലോ. അപ്പം പറയുകയാണെങ്കിൽ പഴുത്ത ഞാറക്കയുടെ കളർ കേട്ടോ. തീപ്പെട്ടി കളർ. ഇതും വിസ്ലർ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ തന്നെയാ. ഞാൻ 2 സ്കേർട്ടും 36 തന്നെയാണ് എടുത്തേ. പക്ഷെ ഇത് വന്ന് കറക്റ്റ് ഫിറ്റും അത് വന്ന് കുറച്ച് ലൂസുമാണ്. എന്തുകൊണ്ട് അങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല. ഒരേ ബ്രാൻഡും ഒരേ മെറ്റീരിയലും ഒരേ റേറ്റും ഒക്കെയാ. പക്ഷെ അത് ഇച്ചിരി ലൂസും ഇത് ഇച്ചിരി ടൈറ്റുവാ. അങ്ങനെയാ. ഇതും അതുപോലെ തന്നെ പോളിസ്റ്റർ മെറ്റീരിയൽ, സെയിം ബ്രാൻഡും സെയിം സൈസും സെയിം തന്നെ കേട്ടോ. കളർ മാത്രം ചേഞ്ച് ഉള്ള. ഇനി അടുത്ത പ്രൊഡക്റ്റ് കാണാം. അടുത്ത പ്രൊഡക്റ്റ് വന്ന ഇതുപോലെ തന്നെ ഒരു ക്രോപ്പ് ടോപ്പ് ആണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, വാഷ് ചെയ്തിട്ടില്ല. ഇത് മാത്രമേ ഉള്ളൂ ഇത് വാഷ് ചെയ്യാത്ത, ബാക്കിയെല്ലാം ഞാൻ വാഷ് ചെയ്ത് യൂസ് ചെയ്താണേ. ഇത് യൂസ് ചെയ്തിട്ടില്ല. ഇത് പറഞ്ഞ പോലെ ക്രോപ്പ് ടോപ്പ് ആണ്. ലാവണ്ടർ കളർ, ലാവണ്ടർ കളറാണ്. ബ്രാൻഡ് നെയിം വന്ന് ഡ്രീം ബ്യൂട്ടി ഫാഷൻ എന്ന് പറഞ്ഞാണ്. ഇത് എക്സ്ട്രാ സ്മോൾ ആണ് കേട്ടോ. ഇത് സാധാ ടോപ്പിന്റെ അത്ര ഇറക്കുണ്ട് കേട്ടോ. സാധാ ക്രോപ്പ് ടോപ്പില്ലേ, നല്ല ഇറക്കമുള്ള അത്രയും തന്നെ ഇറക്കുണ്ട്. ഇതുണ്ടോ ഇങ്ങനെ ഇടുമ്പോൾ എനിക്ക് ഇവിടം വരെ ഉണ്ട് കേട്ടോ. ഇതും ഫുൾ സ്ലീവ് ആണ്. ഇങ്ങനെ ഒരു മെറ്റീരിയലാണ്, നല്ല മെറ്റീരിയൽ, ഇടുമ്പോൾ നല്ലൊരു സുഖമാണ്. സാധാ ക്രോപ്പ് ടോപ്പിന്റെ ഒക്കെ ഇറക്കം വരില്ലേ, അതുപോലെ തന്നെ ഇങ്ങനെ ജീൻസിന്റെ കൂടെ ഒക്കെ വെയർ ചെയ്യാൻ നല്ലതാ. ഫുൾ സ്ലീവ് ആണ് കേട്ടോ. കോളർ നെക്കാണ്. സാധാ പോലെ ഇതാ ഇങ്ങനെ ലാവണ്ടർ കളറുമാണ്. ഇത് 100 എത്രയോ സംതിങ് ഉള്ളായിരുന്നു. അതുപോലെ ഞാൻ എടുത്തില്ലേ ആദ്യം കാണിച്ചില്ലേ ബേജ് കളർ, അതും എനിക്ക് 100 എത്രയോ സംതിങ്ങിൽ കിട്ടി. അപ്പൊ എന്തോ ഓഫർ നടക്കാൻ തോന്നുന്നു, അപ്പോഴാന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് നാളായി എടുത്തിട്ട്. അതും ആ പ്രൈസിൽ എനിക്ക് കിട്ടുക കേട്ടോ. കിട്ടിയപ്പോൾ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് കേട്ടോ, നല്ല പ്രൊഡക്റ്റ് അത്. ഇത് നല്ലതാ, നല്ലൊരു സോഫ്റ്റ് പ്രൊഡക്റ്റ്, ഇടാനൊക്കെ വെയർ ചെയ്യാനൊക്കെ നല്ല സുഖം. ഇനി അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് ബെൽറ്റ് ആണ്. ഇതുപോലെ 3 ബെൽറ്റിന്റെ കോംബോ ആയിരുന്നു കേട്ടോ. ഒരു ബ്ലാക്ക്, ഒരു വൈറ്റ്, ഒരു ടാൻ കളർ, അങ്ങനെ 3 ബെൽറ്റിന്റെ കോംബോ ആണ്. ഞാൻ ബ്ലാക്കും വൈറ്റും യൂസ് ചെയ്തു. ടാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇത് ഇത്രയും വീതിയുള്ളൂ കേട്ടോ വൈറ്റിന്. ബ്ലാക്കിനും അത്രയും തന്നെ വീതിയുള്ളൂ. പിന്നെ ഇതിന്റെ ഫ്രണ്ടിൽ ഇത് അതുപോലെ ഇങ്ങനെ ക്ലിപ്പ് ഉണ്ട്. ഇത് എന്തോരെയാണോ നമുക്ക് വേണ്ടത് അത്രയും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ഹുക്കാണ് കേട്ടോ. മാറ്റി നമുക്ക് ഇതിലേക്ക് ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഹോൾ ഉണ്ടല്ലോ, അതിലേക്ക് എത്രയാണോ നമുക്ക് അളവ്, ആ അളവിനനുസരിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ഹുക്ക് ചെയ്യാവേ. അങ്ങനെ കേട്ടോ. ഇതും അങ്ങനെ തന്നെ. ഇതിങ്ങനെയാണ് കേട്ടോ, ചതുരാണ്. ഇത് വേറൊരു മോഡലാണ്. പിന്നെ ടാൻ വന്ന് ഇച്ചിരി കൂടെ വീതിയുണ്ട്. വൈറ്റിനും ബ്ലാക്കിനും അത്ര വീതിയില്ല, ടാൻ കുറച്ചും കൂടെ വീതിയുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ തന്നെ അതേ സെയിം, വേറൊരു ഷേപ്പ് ആണെന്നുള്ളൂ. ഇവിടെ വന്ന് ഇതുപോലെ ഒരു ഹുക്കാണ്, ഇങ്ങനെ തന്നെ ഹുക്ക് ചെയ്തിടുക ചെയ്യാം. അങ്ങനെ 3 ബെൽറ്റ്. ഇതൊരു കോംബോ ആയിരുന്നു. 500 എത്രയാണെന്ന് ഓർക്കുന്നത്, സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം. ഒരു കോംബോ ആയിട്ട് ഞാൻ വാങ്ങിയത് കേട്ടോ. ഈ ബെൽറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പല രീതിയിൽ സ്റ്റൈൽ ചെയ്യാം. സ്കേർട്ടിന്റെ കൂടെയോ ജീൻസിന്റെ കൂടെയോ എങ്ങനെ വേണേൽ നിങ്ങൾക്ക് എങ്ങനെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഡ്രസ്സ് വെയർ ചെയ്യില്ലേ, അപ്പം അങ്ങനെയൊക്കെയുള്ള ഡ്രസ്സിന്റെ ഒക്കെ കൂടെ ചില ഡ്രസ്സിന്റെ കൂടെ ബെൽറ്റ് വെയർ ചെയ്യുമ്പോൾ നല്ലൊരു സ്റ്റൈലിഷ് ക്ലാസി ലുക്ക് കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ വെയർ ചെയ്യാൻ വേണ്ടി ഞാൻ വാങ്ങിയതാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്, ഒരു കുഴപ്പമില്ല. 3 500 600 എത്രയെങ്ങാണ്ട് സംതിങ് കോംബോ ഓഫർ ആയിരുന്നു. അങ്ങനെ ഞാൻ ഇത് ഓഫർ ഉള്ളപ്പോഴാട്ടോ ഈ പ്രോഡക്റ്റ് ഒക്കെ വാങ്ങിയത്. നിങ്ങൾ ഓരോ പ്രോഡക്റ്റും കാർട്ടിൽ എടുത്തിടുക, എന്നിട്ട് ഇഷ്ടമുള്ളപ്പോൾ ഇതുപോലെ ഓഫറൊക്കെ വരുമ്പോൾ വാങ്ങുക കേട്ടോ, അതായിരിക്കും നല്ലത്. അല്ലാതെ അജിയോന്ന് ചില സമയം നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഇച്ചിരി പ്രൈസ് ആയിരിക്കും. പിന്നെ ഓഫറൊക്കെ ഉള്ള സമയത്ത് നല്ല രീതിയിൽ ഓഫർ ഉണ്ടാവും കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കാതെ ഇതിലിട്ട്, ഞാൻ പറഞ്ഞില്ലേ ആ ബേജ് കളർ ക്രോപ്പ് ടോപ്പ് എനിക്ക് 100 എത്രയോ സംതിങ്ങിൽ കിട്ടി. അതുപോലെ ലാവണ്ടർ ആ ടോപ്പ് എനിക്ക് 100 എത്രയോ സംതിങ് ഉള്ളായിരുന്നേ. അങ്ങനെയാണ്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് 2 ആണുള്ളത്. അത് ഞാൻ മിന്ത്രയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അതും കൂടെ കാണിച്ചു. ഒരു ക്രോപ്പ് ടോപ്പാണേ. ഞാൻ ഞാറക്ക കളർ സ്കേർട്ട് കാണിച്ചില്ലേ, അതിന്റെ കൂടെ വെയർ ചെയ്യാൻ വേണ്ടി, സെറ്റായിട്ട് വെയർ ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്ത ടോപ്പായിട്ട് ആ സെയിം കളർ തന്നെയാണ് കേട്ടോ, പർപ്പിള്.
ഞാൻ അതിൻ്റെ കൂടെ വെയർ ചെയ്യാൻ വേണ്ടി എടുത്ത മാച്ചിങ് ആയിട്ട് എടുത്ത അങ്ങനെ നോക്കിയെടുത്ത ക്രോപ്പ് ടോപ്പാണേ. ഇത് വന്ന് ഇതിപ്പോൾ കൈയില്ലാണ്ടിരിക്കുക, ഇതിന് കൈയുണ്ട്, ഞാൻ പറിച്ചെടുത്ത കേട്ടോ. എനിക്ക് ഇന്നറായിട്ട് ഇടാൻ വേണ്ടി ഞാൻ എടുത്ത, ഇന്നറായിട്ട് ഇട്ട് അതിൻ്റെ മുകളിൽ ജാക്കറ്റായിട്ട് വേറെ ടോപ്പ് വെയർ ചെയ്യാൻ വേണ്ടി അങ്ങനെ എടുത്ത. അപ്പം ഞാൻ അതിന് കൈ ഉണ്ടായിരുന്നു, അതിനെ പറിച്ചെടുത്തു. ഇനി ആവശ്യം വരുമ്പം ഞാൻ ഇതിനെ കൈ വെച്ച് പിടിപ്പിക്കും കേട്ടോ, അങ്ങനെ ചെയ്യാറ്. ഇപ്പം എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് പറിച്ചെടുത്തതാ. ഇതൊരു ക്രോപ്പ് ടോപ്പാണ്. ഇത് വന്ന് എനിക്ക് വേസ്റ്റിൻ്റെ ഇവിടം വരെ ഉള്ളൂ കേട്ടോ, എനിക്ക് വേസ്റ്റിൻ്റെ ഇവിടം വരെ ഉള്ളൂ. അപ്പം ഹൈറ്റ് ഒക്കെ ഉള്ളവർക്ക് കറക്റ്റായിട്ട് വേസ്റ്റിന് മുകളിൽ നിൽക്കും, അത്രേ വരുള്ളൂ കേട്ടോ. ജസ്റ്റ് വേസ്റ്റിന് മുകളിൽ നിൽക്കും, അത്രേ നിൽക്കുള്ളൂ. എനിക്ക് വേസ്റ്റ് ഒന്ന് കവർ ചെയ്ത് നിൽക്കും, അത്രേ ഉള്ളൂ. എല്ലാത്തിൻ്റെയും പിന്നെ ഇട്ട പിക്ചർ ഇവിടെ ആഡ് ചെയ്തേക്കാവേ, അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ പിന്നെ സ്കേർട്ട് നല്ല രീതിയിൽ കയറ്റി ഇട്ടിട്ട് അത് ഒരുമിച്ച് അങ്ങനെ ഇട്ടിട്ട് ഒരു ബെൽറ്റും കൂടെ വെയർ ചെയ്യുക ചെയ്തേ. അപ്പം എനിക്കിങ്ങനെ തന്നൊന്നും പോകാതെ കൈ പൊക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ വേസ്റ്റിൻ്റെ അവിടെ വയർ ഇങ്ങനെ കാണാമായിരുന്നു, ആ രീതിയിലാട്ടോ. അപ്പം അകത്തൊരു ഇന്നർ ഇട്ടിട്ട് അങ്ങനെ ഞാൻ വെയർ ചെയ്തിരുന്നത്. അപ്പം നിങ്ങൾ ഇത് നോക്കുവാണെങ്കിൽ കറക്റ്റ് വേസ്റ്റിന് മുകളിൽ നിൽക്കും കേട്ടോ, പൊക്കമുള്ളവർക്കാണ്. ഞാൻ പറഞ്ഞില്ല എൻ്റെ ഹൈറ്റ് കുറവാണ്, എന്നിട്ട് കറക്റ്റ് വേസ്റ്റിൻ്റെ അവിടെ വരെ ഉള്ളായിരുന്നു. പിന്നെ നല്ല മെറ്റീരിയലൊക്കെ കേട്ടോ, നല്ല മെറ്റീരിയൽ. ഇതിങ്ങനെ ഒരു ക്ലോത്താ, ഇത് കണ്ടോ, ഇതിലൊന്ന് സ്ട്രൈപ്പ് പോകുന്ന പോലത്തെ ഒരു ക്ലോത്ത് ഇല്ലേ, അങ്ങനെ ഒരു ക്ലോത്താ. കോളർ നെക്കാണ്, എന്നിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വി പോലെ അങ്ങനെ. ബ്രാൻഡ് നെയിം വന്ന് ഞാൻ സ്പെല്ലിങ് വായിക്കാവേ, എനിക്ക് കറക്റ്റ് ഇത് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓംഫ് അങ്ങനെ മറ്റാന്ന് തോന്നുന്നു, OOMPH അങ്ങനെയാണ് കേട്ടോ, ഓംഫ് അങ്ങനെയാണ് കേട്ടോ. അപ്പം ഇതാണ് നെക്സ്റ്റ് പ്രൊഡക്റ്റ്. എപ്പോഴും പ്രൊഡക്റ്റ് ഒക്കെ നോക്കുമ്പം അവർ ഓരോ പ്രൊഡക്റ്റിനും ഓരോ അളവായിരിക്കും. അപ്പം അത് അവർ സൈസ് ചാർട്ടിൽ കൊടുത്തിട്ടുണ്ടാവും, അത് നോക്കി നിങ്ങൾ പർച്ചേസ് ചെയ്യുക. അവരവരുടെ അളവ് ഏതാണോ നോക്കി പർച്ചേസ് ചെയ്യുക കേട്ടോ. പർച്ചേസ് ചെയ്യുമ്പോഴേ അത് നോക്കിയാൽ മതി, നമുക്ക് കറക്റ്റ് അളവ് കിട്ടും. പിന്നെ ഓരോരുത്തർ റിവ്യൂ കൂടെ നോക്കിയാൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. പിന്നെ അജിയോയിൽ പിന്നെ റിവ്യൂ ഒന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾ മിന്ത്രയിലുണ്ട്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നാൽ അതും മിന്ത്രയിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ഒരു ടോപ്പാണ്, ഇങ്ങനെ ഒരു മെറ്റീരിയലാണ്, പക്ഷെ ഇടാനൊക്കെ സുഖമാണ്. ഞാൻ ഇത് ജാക്കറ്റ് ആയിട്ടാണ് വെയർ ചെയ്തത്. ഇനി നമുക്കിത് ടോപ്പായിട്ട് വെയർ ചെയ്യണമെങ്കിൽ അങ്ങനെയും വെയർ ചെയ്യാം, ജാക്കറ്റ് ആയിട്ട് വെയർ ചെയ്യേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഇത് വന്ന് സ്റ്റൈലിഷ് കോട്ടൺ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ ആണ്. എക്സൽ ആണ് എന്റെ സൈസ് വന്ന്. സ്ലീവ് വന്ന് പഫ് സ്ലീവ് ആണ്. പിന്നെ ഇങ്ങനെ ഒരു പടി ഉണ്ട് കേട്ടോ, തുമ്പത്തെ വീതിക്ക് ഇങ്ങനെ വരിക. ഇത്രയും കൈയുള്ളൂ. പിന്നെ ഇറക്കം വന്ന സാധാ ക്രോപ്പ് ടോപ്പിന്റെ ഒക്കെ ഇറക്കില്ല, അത്രയാ ഉണ്ടാവുക. പിന്നെ ബട്ടൺ ഉണ്ട്, ഇതുപോലെ ബട്ടൺ ആണ് കേട്ടോ. കളർ വന്ന ഓഫ് വൈറ്റ് ആണേ. ഞാനിത് സ്കേർട്ടിന്റെ കൂടെ സ്ട്രഗ് ആയിട്ടാണ് വെയർ ചെയ്തത്. നമുക്ക് ടോപ്പായിട്ട് വെയർ ചെയ്യാം, ഹൈ വെസ്റ്റ് ജീൻസിന്റെ കൂടെ, സാധാ ജീൻസിന്റെ കൂടെ, സ്കേർട്ടിന്റെ കൂടെ. നിങ്ങൾക്ക് എങ്ങനെയാണ് വെയർ ചെയ്യാൻ ഇഷ്ടമെങ്കിൽ അതുപോലെ വെയർ ചെയ്യാം കേട്ടോ. അപ്പം ഇത് ഓഫ് വൈറ്റ് ആണ് കളറ്, നല്ലൊരു മെറ്റീരിയലൊക്കെ കേട്ടോ. അങ്ങനെ വാഷ് ചെയ്തിട്ടൊന്നും ഒരു കുഴപ്പമില്ല, ഷ്രിങ്കേജോ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, നല്ലൊരു ടോപ്പാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ അജിയോ ആൻഡ് മിന്ത്ര ഹോള്. ഈ പ്രൊഡക്റ്റുകളൊക്കെ വേണമെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാം നല്ല പ്രൊഡക്റ്റ് ആണ്. ഞാൻ വാഷ് ചെയ്തതിന് ശേഷമുള്ള റിവ്യൂ ആണ്, വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എല്ലാത്തിനും ലിങ്ക് കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. തീർച്ചയായിട്ടും എന്റെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.